കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായിട്ട് മാന്യ സ്നേഹിതരുടെ മുൻപിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം, ഒരു ഇടയന്റെ ഡ്യൂട്ടി എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ആധാരമാക്കി ചില കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട്, ഒരു ഇടയൻ നല്ലൊരു ഭരണകർത്താവായിരിക്കണം, ഒരു ഭരിക്കുന്നവനായിരിക്കണം. ഇന്ന് ലോകം കാണുന്ന അല്ലെങ്കിൽ ലോക നേതാക്കന്മാർ ഭരിക്കുന്ന രീതികൾ നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആത്മീയ ഭരണം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളത് കൊണ്ട് പ്രവചനം എങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. ഏതൊരു ശുശ്രൂഷയും ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു അഭിഷേകം, ഒരു ഇടയ ശുശ്രൂഷ, ആ ഇടയ ശുശ്രൂഷ ചെയ്യുവാൻ ഉള്ള അഭിഷേകം ഉള്ളവരാണ് അത് ചെയ്യേണ്ടത്. അതവരുടെ ശുശ്രൂഷകളിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ഒരു ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു അധ്യക്ഷൻ ആകണം എന്നില്ല. നന്നായിട്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ അധ്യക്ഷ പദവിയിൽ വിജയിക്കണം എന്നുമില്ല. ഈ അധ്യക്ഷ പദവി എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രത്യേക അഭിഷേകമുണ്ട്, പ്രത്യേക താലന്തുണ്ട്, ദൈവം കൊടുക്കുന്ന പ്രത്യേക. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല, അതിന് പ്രത്യേകമായിട്ടുള്ള. അതുകൊണ്ടാണ് നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, എന്ത് കൃപയാണ് നമുക്ക് ലഭിച്ചതെന്ന് നാം ആദ്യം ഗ്രഹിക്കണം. സഭാ ശുശ്രൂഷ ഇല്ലാത്ത വ്യക്തികൾ അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് വിജയം ഉണ്ടാകുകയില്ല, പരാജയമേ ഉണ്ടാകുകയില്ല. നമുക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടായേക്കാം, നമുക്ക് നന്നായിട്ട് പാടാൻ കഴിവുണ്ടായേക്കാം. ഒരുപക്ഷെ സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി നന്നായിട്ട് പ്രസംഗിക്കണം എന്നുമില്ല. അതൊരു പ്രത്യേക വരവാണ്. ജനങ്ങളെ പരിപാലിച്ച് അവരുടെ ആവശ്യത്തിന്മേൽ അവർക്ക് വേണ്ട കരുതൽ കൊടുത്ത്, ഒരപ്പനെ പോലെ, അപ്പൻ മക്കളോടെന്ന പോലെ, അതുപോലെ തന്നെ കരുണയുള്ളവരായി, സ്നേഹമുള്ളവരായി, അപ്പോൾ തന്നെ ശാസിക്കുന്നവരായി എല്ലാം ഉണ്ടായിരിക്കണം. എല്ലാത്തിനും എപ്പോഴും ശാസിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ അതൊരു ഇടയ ശുശ്രൂഷയല്ല. എല്ലാത്തിനും ഭയങ്കരമായിട്ട് കഠിനമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും പാർശ്വമായിരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. എന്തു കാര്യത്തിലും കഠിനമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു സഭാ ശുശ്രൂഷകനായിട്ട്, ഒരു പാസ്റ്റർ എന്നുള്ള പദവിയിൽ ഇരിക്കാനായിട്ട് യോഗ്യതയില്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ, അപ്പൻ മക്കളെ ശിക്ഷിക്കുന്ന പോലെ. അപ്പൻ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? മക്കൾ നന്നാകാൻ വേണ്ടിയാ. അത് മക്കൾ നശിക്കാൻ വേണ്ടിയുള്ള ശിക്ഷയല്ല, അവരെ ശപിച്ചുകൊണ്ടുള്ള ഒരു ഭരണമല്ല. സ്നേഹത്താൽ അവരെ ശാസിച്ചുകൊണ്ട്, അവരുടെ തെറ്റുകൾ ഗൗരവത്തോടെ തിരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു നല്ല ഭരണകർത്താവിന്റെ മികവോട്
ഭരിക്കുന്നവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനി 5:12 വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവനെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടെയും ഭരിക്കുക എന്നുള്ള ഒരു വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നു. ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല. എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ശാസിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. എന്നാൽ സ്നേഹം, പരിലാളന കൊടുക്കേണ്ടത് ഒരു ഇടയന്റെ ഡ്യൂട്ടിയാണ്, ഇടയന്റെ ദൗത്യമാണ്. അത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ കൃപയും ഒരു പ്രത്യേക അഭിഷേകം അവർക്കുണ്ടാകും. നമുക്കറിയാം, ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന പല ശുശ്രൂഷകന്മാരുടെയും ശുശ്രൂഷകളിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു ഇടയ ശുശ്രൂഷ, ഒരു അധ്യക്ഷനായിരിക്കാനുള്ള യോഗ്യതയുണ്ട്. അധ്യക്ഷനായിരിക്കാനുള്ള ഒരു അഭിഷേകം അദ്ദേഹത്തെ ഭരിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അങ്ങനെയുള്ള അഭിഷേകം ഇല്ലാത്തവരും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ആ ശുശ്രൂഷ കൊണ്ട് പ്രയോജനം ഒന്നും ഉണ്ടാകുകയില്ല. അതാണ് നമുക്ക് ലഭിച്ച കൃപയ്ക്ക് അനുസരണമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. എന്ത് കൃപയാണ്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്ത് എന്താണ് എന്ന് നമ്മൾ ഗ്രഹിക്കണം. ഗ്രഹിച്ചിട്ട് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യണം. ഒരുപക്ഷെ പ്രസംഗിക്കാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, പ്രാർത്ഥിക്കാനുള്ള കഴിവ്, ഉപദേശിപ്പാനുള്ള കഴിവ്, പഠിപ്പിക്കുവാനുള്ള കഴിവ്, ഇങ്ങനെ വിവിധ നിലകളിലുള്ള കഴിവുകൾ പരിശുദ്ധാത്മാവ്, വിവിധ നിലകളിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. യെശയ്യാവ് 40:11 വായിക്കുമ്പോൾ, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാറുവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. കണ്ടോ ഇടയന്റെ ഡ്യൂട്ടി കണ്ടോ? അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക. ആ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, അല്ലെങ്കിൽ അവരെ നടത്തുക, പരിപാലിക്കുക എന്നുള്ള ആ പദങ്ങളൊക്കെ വളരെ യോജിക്കുന്നുണ്ട്. കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യണം. കൂടുതൽ ധൃതി വെക്കരുത്. ഓരോരുത്തരുടെ ബലഹീനതകൾ അനുസരിച്ച് വേണം. അവർക്ക് എന്ത് കഴിവുണ്ട്, എന്താണ് അവരുടെ കഴിവുകൾ മനസ്സിലാക്കണം. ആടുകളുടെ കഴിവുകൾ, ആടുകളുടെ ബലഹീനത, ബലമുള്ള ആടുകൾ, ഇങ്ങനെയുള്ള അവരുടെ കഴിവുകൾ മനസ്സിലാക്കുവാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം ഇടയൻ. നമുക്കറിയാം, ഈ ആടുകളെ കറക്കാൻ ഇടയന്മാർക്ക് വളരെ വളരെ താല്പര്യമുണ്ട്. ആടുകൾക്ക് വേണ്ട തീറ്റ കൊടുത്തോ വെള്ളം കൊടുത്തോ എന്നൊന്നും അന്വേഷിക്കുന്നില്ല. കറന്നെടുക്കുക എന്നുള്ളതാണ്. എന്തേരെ കിട്ടുമോ അത് മുഴുവൻ കറന്നെടുക്കുക. എന്നാൽ വെള്ളം കൊടുക്കാതെ, ആടിന് കൊടുക്കേണ്ട പരിലാളന കൊടുക്കാതെ, എപ്പോഴും ആടിനെ ഉപദ്രവിച്ചും ശാസിച്ചും കറക്കാൻ ചെന്നാൽ അത് ചുരത്തുകയില്ല, ചിലപ്പോൾ തുരത്തും ഇടയനെ. അതാണ് പല സഭകളിൽ നടക്കുന്നത്. അപ്പോൾ ഒരു അപ്പന് മക്കളോട് എന്ന നിലയിൽ വേണം ഒരു ഇടയൻ തൻ്റെ ആടുകളോട് ഇടപെടാൻ. ഒരു അധ്യക്ഷൻ, ഒരു സഭാ ലീഡർ അങ്ങനെ വേണം ഇടപെടാൻ. പണ്ടൊരു അപ്പൻ പറഞ്ഞത് തമാശ രീതിയിലാണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. മക്കളെ നമ്മൾ അടിക്കരുത്. നമ്മൾ എന്തിനാ വെറുതെ മക്കളെ അടിക്കുന്നത്?
മക്കളെ നമ്മളൊന്നും ചെയ്യണ്ട, അതിന് കൊട്ടേഷൻ വിട്ടുകൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പാർട്ടികളുമുണ്ട്. തന്റെ ആടുകളെ, തന്റെ പിൻഗാമികളെ ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചതപ്പിക്കുന്ന അധ്യക്ഷന്മാരുണ്ട്. ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന, പണം ഈ സഭയുടെ വരുമാനത്തിൽ നിന്ന് എടുത്തു കൊടുക്കുക. അവര് വന്ന് തമ്പടിച്ചിട്ട് പോകുമ്പോൾ അവിടെ കുപ്പിച്ചില്ലുകളൊക്കെ ചെതറി, ഈ മദ്യക്കുപ്പികളൊക്കെ ചെതറി കിടക്കുന്ന ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അനീതിയുള്ള അധ്യക്ഷന്മാരെ കൊണ്ട്, അനീതിയുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലവലേശമില്ലാതെ കേവലം പ്രഹസനമായി നടക്കുന്ന ഒത്തിരി അധ്യക്ഷന്മാർ നിമിത്തമായിട്ട് സഭാജനം ഗുണ്ടകളായിട്ട് മാറും. സഭാജനം രണ്ടു പക്ഷമായി മാറും. കാരണം അഭിഷേകത്തിന്റെ കുഴപ്പമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല. എന്തെങ്കിലും അവര് മറ്റു വിധങ്ങളിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി, നമുക്കറിയാം ഒരു കാലത്ത് വളരെ ശക്തിയോടെ അഭിഷേകത്തിന്റെ വലിയ ശുശ്രൂഷ ചെയ്ത് പണമായി കഴിഞ്ഞപ്പോൾ ആ പണം നിലനിർത്താൻ വേണ്ടി പല തട്ടിപ്പുകൾക്കും പല വെട്ടിപ്പിനും കൂട്ടുനിന്ന് അത് എങ്ങനെ നിലനിർത്താൻ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി, കാര്യം കാണാൻ വേണ്ടി നടത്തുന്ന അധ്യക്ഷന്മാരാണ്. അതിന്റെ അർത്ഥം ദൈവസഭയിൽ വാസ്തവത്തിൽ പെട്ടകമില്ല. ദൈവസഭ എന്ന് പറയുന്ന പലയിടത്തും ഇന്ന് ഗുണ്ടകളെ കൊണ്ട് തമ്മിലടിക്കുന്ന കക്ഷി വൈരാഗ്യങ്ങൾ, വർഗീയതകള്, ഇങ്ങനെ വിവിധ നിലകളിൽ പരാജയപ്പെട്ടു പോയി. അവരെല്ലാം ദൈവരാജ്യത്തിൽ കാണും എന്ന്, ഒരു മരണം നടക്കുന്ന അവസരത്തിൽ അവിടെ മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അതിനുവേണ്ടി പിന്നെ മുഖസ്തുതി പറയുകയാണ്. ഇന്നയാള് വ്യക്തമായിട്ട് അറിയാം, ഇന്നയാൾ ഇന്ന തട്ടിപ്പിന് കൂട്ടുനിന്ന വ്യക്തിയാണ്, ഗുണ്ടായുസം കാണിച്ച വ്യക്തിയാണ്, തന്റെ ആടുകളെ ഉപദ്രവിച്ച വ്യക്തിയാണ്, പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഒത്തിരി തട്ടിപ്പ് നടത്തിയാണെന്ന് അവർക്കറിയാം. പക്ഷേ മരിച്ചു കഴിയുമ്പോ എന്താ ചെന്ന് ഇന്നയാള് സ്വർഗത്തിൽ കാണും എന്ന് പറഞ്ഞ് ചില മുഖസ്തുതികൾ പറഞ്ഞ് മുൻപോട്ട് പോകുന്ന ഒരു പ്രഹസനമായിട്ട് മാറിയിരിക്കുകയാണ് ആത്മീയ കോണം. അപ്പോൾ ഇടയന്മാര് വളരെ സൂക്ഷ്മതയോടെ മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ, ദൈവജനം പറയുന്നുണ്ട്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യണം. അവരെ ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഗുണ്ടകളുമായിട്ട് നടന്ന് പണമെല്ലാം ഗുണ്ടകൾക്കും കൊടുത്ത് സ്റ്റേജ് കിട്ടുമ്പോൾ ഒരു പ്രസംഗവും നടത്തി മുൻപോട്ട് പോകുന്ന ഈ പോക്കിന് അനുകൂലപ്പെടുകയും അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയുള്ള ഗുണ്ടകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് വലിയ ന്യായവിധിക്ക് കാരണമാകും. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അവർ വോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ, അവരുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ ചിലർക്ക് നിലനിൽപ്പുള്ളൂ. അതിന്റെ പേരിൽ അനീതിക്കും ന്യായരഹിതമായിട്ടുള്ള പലതും നടക്കുന്നു എന്നറിഞ്ഞിട്ടും മൗനം പാലിച്ച് ഈ അനീതിക്കെല്ലാം കൂട്ടുനിന്നിട്ട് സ്വർഗത്തിൽ പോകും എന്ന് പ്രതീക്ഷിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ നേതാക്കന്മാരായിട്ട് ഇന്ന് ക്രൈസ്തവ പെന്തക്കോസ്ത് സമൂഹങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കുകയും ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, കർത്താവെ നീ നീ വെറുക്കുന്നതിനോട് ഞാനും വെറുക്കേണ്ടതല്ലയോ?
അനീതിക്ക് കൂട്ടു നിൽക്കാതെ ഈ സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു അധ്യക്ഷൻ കാവൽക്കാരന് അവൻ കക്കാൻ പാടില്ല, കള്ളന് കൂട്ടു നിൽക്കാനും പാടില്ല. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, നീ കള്ളനെ കണ്ടാൽ അവൻ അനുകൂലപ്പെടുന്നു, നീ വ്യഭിചാരിയോട് പങ്കുചേരുന്നു, കള്ളനെ കണ്ടാൽ അവൻ അനുകൂലപ്പെടുന്നു. എന്നിട്ട് സ്റ്റേജ് കിട്ടുമ്പോൾ ഒരു പ്രസംഗവും 10 അന്യഭാഷയും പൊട്ടിച്ചു വിട്ട സംഗതി ജനങ്ങളുടെ കണ്ണ് വെട്ടിക്കാം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം. ജനങ്ങൾക്ക് അത് മതിയെന്നേ. ജനങ്ങൾക്ക് ഒരു വലിയ പ്രസംഗം നടത്തിയാൽ, ഒരു 10 അന്യഭാഷയും പറഞ്ഞ് ആകെ അടിച്ച് ഒരു ഇളക്കപ്പെരുപ്പം നടത്തിയ ജനങ്ങൾക്ക് അത് മതി. പക്ഷെ ഇതിനെല്ലാം എതിരായി ഒരു വലിയ ന്യായവിധി വരാൻ പോവുകയാണ്. മനുഷ്യന്റെ സകല അനീതിക്കും, അവന്റെ സകല വ്യാജ പ്രസംഗത്തിനും, ജീവിതത്തിൽ അനീതിക്ക് കൂട്ടുനിന്ന്, കള്ളന് കൂട്ടുനിന്ന്, കക്കാൻ കൂട്ടുനിന്ന്, കട്ടിട്ടും കാവൽക്കാരനെന്ന് അഭിമാനിക്കുന്ന ദൈവം കാവൽക്കാരനായി ആക്കി വച്ചിരിക്കുന്ന വ്യക്തികൾ ആ കള്ളൻ കക്കുന്നു എന്നറിഞ്ഞിട്ടും ആ കാവൽക്കാരന്റെ ഡ്യൂട്ടി വിശ്വസ്തമായിട്ട് ചെയ്യാതെ മുൻപോട്ട് പോകുമ്പോൾ ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 34:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മനുഷ്യപുത്ര, ഇസ്രയേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കാം. നീ പ്രവചിച്ച് അവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്. ഇടയന്മാര് ശരിയായെങ്കിലേ ശരിയാവുള്ളൂ. ഇടയന്മാര് കള്ളന്മാരാണ്, കക്കുന്നവരാണ്, അധികാരത്തിന് വേണ്ടി തട്ടിപ്പ് നടത്തി അധികാര കസേരയിരുന്ന് പണം മോഷ്ടിക്കുന്നവരും പണം വകുപ്പടിച്ചു മാറ്റുന്നവരുമാണെങ്കിൽ ആ സഭ ശരിയാകില്ല. അവിടെ ദൈവത്തിന്റെ പെട്ടകം ഉണ്ടാകുകയില്ല, അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുകയില്ല. ഇങ്ങനെ പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വകുപ്പ് മാറ്റി പല വകുപ്പിന്റെ പേരിൽ പണം പോക്കറ്റിലാക്കുന്ന, ഇപ്പൊ തന്നെ പല പല വിദേശ ഫണ്ടുള്ളവർക്ക് പല വകുപ്പിൽ പണം വരുന്നുണ്ട്. റിലീഫ് ഫണ്ടായിട്ടും മറ്റു പല ഫണ്ടുകളായിട്ടും വരുന്നുണ്ട്. ഇത് വകുപ്പ് മാറ്റി കൈകാര്യം ചെയ്യാൻ നേതാക്കന്മാരെ പിശാച് കരങ്ങൾ എടുക്കുന്നുണ്ട്. അവര് വകുപ്പ് മാറ്റി അതിൽ നിന്നും വെട്ടിച്ച് അവിടെയും തട്ടിച്ച് ഇവിടെയും തട്ടിച്ച് സ്റ്റേജ് കിട്ടുമ്പോൾ 10 അന്യഭാഷയും പൊട്ടിച്ച് പ്രസംഗിച്ചു പോകുന്ന ഈ പ്രസംഗത്തിന് എതിരായിട്ട് ദൈവത്തിന്റെ ന്യായവിധിയുടെ വാള് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. മനുഷ്യപുത്ര, ഇസ്രയേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കാം. നീ പ്രവചിച്ച അവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്. അപ്പൊ ഇടയന്മാരോടാ ഈ കാലത്ത് പ്രസംഗിക്കേണ്ടത്, ജനങ്ങളോടല്ലെന്നേ. ജനങ്ങൾ പാവങ്ങൾ, അവർ ഇതുപോലും അറിയുന്നുണ്ടോ? ഇടയന്മാര്, ഈ അധ്യക്ഷന്മാര് കാണിക്കുന്ന ഈ തട്ടിപ്പും ഈ വെട്ടിപ്പും ഈ പണത്തിന്റെ ഈ എല്ലാവിധമാകുന്ന നൂലാമാലങ്ങളും ഏതെല്ലാം വകുപ്പ് മാറ്റി അവരുടെ കീശയിലാക്കാമോ? ഞാൻ ഓർക്കുന്ന ഒരു പാസ് മരിച്ചപ്പോ ഞാൻ കേട്ടതാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചൊരു പാട്ട് പറഞ്ഞ വാക്കിങ്ങനെയാ: അങ്കിള് സത്യത്തിൽ പേടിച്ച് മരിച്ചതാണ്. ഏതാ? കേസ് വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് മരിച്ചതാണെന്ന്. അങ്കിൾ പേടിച്ച് മരിച്ചതാണെന്നാ പറഞ്ഞു. എങ്ങനെ ഈ പേടി ഉണ്ടാകുന്നത്? അപ്പോ അതിനകത്തൊക്കെ വ്യാജത്തിന്റെ വലിയ വലിയ പ്രവൃത്തി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണെന്ന് എല്ലാ സംഘടനകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീ ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രയേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഇന്ന് ആരെയാ മേയിക്കുന്നത്? ആടുകളെയല്ല. അവര് തന്നെ കൊഴുത്ത് അവരധികാരത്തിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഏതെല്ലാം വകുപ്പ് അടിച്ചു മാറ്റാവോ എല്ലാം മാറ്റി മുൻപോട്ട് പോവുക. പാവപ്പെട്ട ജനം ഇതുവല്ലോ അറിയുന്നുണ്ട്? ജനമൊന്നും അറിയുന്നില്ല. ജനം ഒരു പ്രസംഗം കേട്ട് 10 അന്യഭാഷയും കൂടെ തട്ടി വിട്ട് കഴിഞ്ഞാൽ ഏതാ? ജനമെല്ലാം വാസ്തവത്തിൽ പൊട്ടന്മാരായിട്ട് ജനങ്ങൾ മുൻപോട്ട് പോവുക, അല്ലെങ്കിൽ അടിമകളായിട്ട് പോവുക.
നേരെ നിൽക്കാനോ കാര്യം അതിന്റെ കാര്യ ഗൗരവത്തിൽ സംസാരിപ്പാനോ തൻ്റെ ഇടമില്ല ഉള്ള ഒരുവനും ഇല്ലാത്ത വിധത്തിലേക്ക് അവിടുത്തെ ജനങ്ങളും പ്രതിനിധികളുമെല്ലാം അടിമകളായി ഇന്നും അടിമനുഖത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കർത്താവ് സ്വാതന്ത്ര്യമാക്കിയിട്ടും ആ സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാതെ ഇടയന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടം അടിമകളായി കഴിയുക. എത്ര അധപ്പതനമാ ദൈവസഭ എന്ന് പറയുന്ന സഭകളിൽ നടക്കുന്ന സംഗതികൾ. അപ്പോ ഇടയന്മാരോട് പറയണം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയിക്കുന്ന സ്വന്തം കുടുംബത്തിന് വേണ്ടിയും എന്ന് പറഞ്ഞാൽ വചനപ്രകാരം ദൈവ മക്കൾക്കോ അല്ലെങ്കിൽ ദൈവിക പ്രവർത്തനത്തിനോ വേണ്ടി നമുക്ക് ലഭിക്കുന്ന പണം സ്വന്തം കാര്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കാൻ വേണ്ടി അതിന് വേണ്ട വളഞ്ഞ വഴികൾ കണ്ടുപിടിച്ച് അത് തട്ടിച്ചു മാറ്റി പിന്നെ കേസ് വഴക്കുമായിട്ട് നടക്കുക, പിന്നെ കേസ് ന്യായീകരിക്കാൻ വേണ്ടി പിന്നെയും വളഞ്ഞ വഴിയിലൂടെ പോവുക. ഓർക്കണം, സംഘടനകൾക്ക് പറ്റുന്ന ഗതികേട്. ജനങ്ങളെല്ലാം അടിമകളുമാകുക. ഇസ്രയേലിലെ ഇങ്ങനെയുള്ള ഇസ്രയേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്നാ പറയും. ആടുകളെ അല്ലോ ഇടയന്മാർ മേയിക്കേണ്ടത്, നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്ന ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ലതാനും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. അപ്പൊ ആടുകളെ മേയിക്കാതെ തന്നെത്താൻ മേയിക്കുന്ന അധ്യക്ഷന്മാരെ കൊണ്ട് ഇന്ന് നിറഞ്ഞിരിക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ഇന്നെല്ലാ സംഘടനയും ആത്മീയ സഭയെന്ന് പറയാൻ പറ്റില്ലാത്ത വിധം ഇങ്ങനെയുള്ള ചതിയന്മാരായിരിക്കുന്ന, അധികാര കസേരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന, പണം വകുപ്പ് മാറ്റി അടിക്കുന്ന, ഗുണ്ടകളെ കൊണ്ട് തൻ്റെ അണികളെ അടുപ്പിച്ച് ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഈ വ്യാജന്മാര് നിമിത്തം പെട്ടകമില്ല, അന്യഭാഷയുണ്ട്, പരിശുദ്ധാത്മാവില്ല. ഇത് ജനങ്ങൾ അറിയാതെ പോവുക. അന്യഭാഷയുണ്ട്, പരിശുദ്ധാത്മാവില്ല. എന്നിട്ട് അതിന് കൈയടിക്കുന്ന കുറച്ച് ഇടയന്മാരല്ല ഇടയന്മാര്. ഇന്ന് ഇടയൻ എന്നുള്ള പേര് മാറ്റണം, ഇടയൻ എന്നാക്കണം. പിന്നെ നമ്മൾ വായിക്കുന്നത് 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയിരിക്കുന്നവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിക്കുന്നു. ഞാൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഭരിക്കുക എന്നുള്ള വിഷയത്തെ കുറിച്ച് മാത്രമേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. അതിനും തന്നെ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട് ഇന്നത്തെ ഭരണത്തെക്കുറിച്ച്. അനാത്മികന്മാരായിരിക്കുന്ന, ജഡീകന്മാരായിരിക്കുന്ന, പണത്തിന് വേണ്ടി മാത്രം അധികാര കസേര ഉപയോഗിക്കുന്ന നേതാക്കന്മാരുടെ വ്യാജ പ്രസംഗത്തിനും വ്യാജത്തിനും കൂട്ടുനിൽക്കാതെ ധൈര്യത്തോടെ നിൽപ്പാൻ, പ്രതികരിക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിന്റെ വചനപ്രകാരം പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കാതെ അടിമകളായിരിക്കുന്ന കുറെ അടിമകൾ ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലുണ്ട്. വലിയ കഷ്ടം പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ പോക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 23-ാം സങ്കീർത്തനം നമുക്ക് വായിക്കുമ്പോൾ എന്താ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ ഇരയത്തേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം നീതിപാതകണ്ട്. നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതയ്യാ. പക്ഷെ ഇന്നുള്ള ഭരണം, ഇന്നുള്ള അധ്യക്ഷന്മാര് സകലരും വ്യാജത്തിന് കൂട്ടുനിൽക്കാതെ വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും
മൗനമായിരുന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ മനോഭാവത്തിന് എതിരായിട്ട് ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകും. അവർക്കെതിരെ അയ്യോ കഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നാം പ്രസംഗിക്കേണ്ടതാണ്, നാം ഇത് മറ്റുള്ളവർ അറിയിക്കേണ്ടതാണ്. ഹല്ലേലൂയ. കാരണം തുറന്നു പറയേണ്ട അനവധി കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായി എനിക്കറിയാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും വലിയ ഭയം ഉളവാകുന്നുണ്ട്. എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള ഭയം. ദൈവസഭയെന്ന് ദുരഭിമാനിച്ച് ഞാൻ നിൽക്കുന്ന സംഘടന ദൈവത്തിന്റെ സഭയാണെന്ന് വാനോളം ഉയർത്തി അതിനകത്തു നടക്കുന്ന അനീതികൾ മൊത്തം എടുത്തു തുറന്നു പറഞ്ഞാൽ വെറും വ്യാജത്തിന്റെ കൂട്ടുകെട്ടുകൾ മാത്രമാണെന്നും വിദേശത്തുനിന്ന് വരുന്ന പണം അടിച്ചു മാറ്റാൻ വേണ്ടിയും അത് വകുപ്പ് മാറ്റി കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറച്ച് വ്യാജന്മാർ മാത്രമാണ് അതിന്റെ തലപ്പത്തുള്ളതെന്നും വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായി. ഹല്ലേലൂയ. ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. ഇന്ന് പല ആത്മീയ നേതൃത്വം നടത്തുന്ന ഗുണ്ടായിസവും പണത്തട്ടിപ്പും ഞാന് ഓർക്കുന്നുണ്ട്. ഒരു മരണത്തിന് ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഈ മരണത്തിന് വരുന്ന അത് ജാതികളായിട്ടുള്ള എല്ലാവരും ഉണ്ടാകും. ഹിന്ദുക്കൾ ഉണ്ടാകാം, ക്രിസ്ത്യാനികൾ ഉണ്ടാകാം, മുസ്ലിങ്ങൾ ഉണ്ടാകാം, എല്ലാവരും ഉണ്ടാകാം. അത് വരുന്നത് ആ മരിച്ച വ്യക്തിയെ ഒന്ന് കാണാൻ വേണ്ടി വരുന്നത്. അല്പസമയം പ്രസംഗം കേൾക്കാനായിട്ട് അവർ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇരിക്കുന്നു, കസേരയിൽ ഇരിക്കുക. പെട്ടെന്ന് അവരുടെ ഒരു നേതാവ് കയറി വരിക. ഉടൻ തന്നെ ഒരാള് എഴുന്നേറ്റ്, ഒരു സഹോദരൻ, നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം, നമ്മുടെ നേതാവ്, സഭയുടെ നേതാവ് വരുന്നുണ്ട്, എല്ലാവരും ബഹുമാനത്തിന് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേക്കാവുന്ന. എല്ലാവരും എഴുന്നേറ്റു. ഞാനും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ എഴുന്നേറ്റില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. സത്യത്തിൽ സാമാന്യ ബോധം ഇവർക്കൊന്നും ഇല്ലെന്ന് എനിക്കപ്പം മനസ്സിലായി. നേതാവിനെ ബഹുമാനിക്കേണ്ട സമയമല്ലത്. നേതാവിന് ബഹുമാനം കൊടുക്കുന്നത് അവരുടെ സ്വന്തം സ്ഥലത്ത് ചെല്ലുമ്പോൾ. ഇത് മരണത്തിന് വന്ന് ശവസംസ്കാരത്തിന് വേണ്ടി അതൊന്ന് കണ്ടിട്ട് പോകാൻ വരുന്നവരെയെല്ലാം, അല്പം ഇരുന്ന് വചനം കേൾക്കേണ്ടവരെയെല്ലാം പെട്ടെന്ന് നേതാവിനെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുക. എനിക്കത് മനസ്സിലായി. ഈ നേതാവിനിട്ട് നല്ല പാര പണിതിട്ട് ഈ പാർട്ടി ഇരിക്കുകയായിരുന്നു. പാര പണിത് പുള്ളിയെ തരം താഴ്ത്തുന്ന ഒരു നിലയിലേക്ക് വന്നപ്പോൾ നേതാവിനെ ഇങ്ങനൊരു പരിപാടിയൊക്കെ ചെയ്ത നേതാവ് പൊങ്ങുകയും നേതാവിൽ നിന്ന് പ്രീതി കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഇങ്ങനെയുള്ള വ്യാജങ്ങൾ ഞാൻ കണ്ടതാ കേട്ടോ. നേതാവിനെതിരെ എതിരെ നിന്നിട്ട് അവസാനം നേതാവിനെതിരെ നിന്നാൽ തന്റെ നിലനിൽപ്പ് ബാധിക്കുമെന്ന് മനസ്സിലാക്കി ആ നേതാവിനെ സമൂഹത്തിൽ നിന്ന് പൊക്കാൻ വേണ്ടി താൻ നടത്തിയ ഒരു പ്രഹസനം. അതിനകത്ത് ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റു. അപ്പൊ ഇന്നും എല്ലാം അടിമകളാണ്, ഇന്നും ഭയമാണ്. കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ട് അതിന് മറുപടി കൊടുക്കാനും സംസാരിക്കാനും കഴിവില്ലാത്ത പോഷന്മാര് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുക. ആത്മീയമായിട്ട് ജനം മുൻപോട്ട് പോകണമെന്നോ ഒന്നും ആഗ്രഹമില്ല. നമുക്കറിയാം എവിടെയും ഇന്ന് കക്ഷി വൈരാഗ്യങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ അറിയാം. ഇവര് തമ്മിൽ എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് ഓരോരുത്തരോട് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം തമ്മിൽ ഭയങ്കര മത്സരം നടക്കുകയാണ്. അവിടെ ആത്മാവിന്റെയോ പരിശുദ്ധാത്മാവിന്റെയോ ഇവർ ഈ പറയുന്ന അന്യഭാഷയുടെയോ ഇവർ ഈ കാണിക്കുന്ന ഒന്നും നടക്കുന്നില്ല. അവിടെ എല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രം. കാരണം ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന പ്രത്യേക ചില ശൈലികൾ അവര് അവലംബിച്ചു പോകുന്നു, അത് മാത്രം.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ അന്യഭാഷ മാത്രം, ഇളക്കപ്പെരുപ്പം മാത്രം, ദൈവത്തിന്റെ സഭയിൽ പെട്ടകമില്ലാതെ, പെട്ടകമൊക്കെ കൊണ്ടുപോയി, പണ്ടേ പോയി. ഇങ്ങനെയുള്ള സഭയായിട്ട് ഇന്ന് അതപ്പച്ചുകൊണ്ടിരിക്കുക. കർത്താവ് വരാറായി, കർത്താവായ യേശു ക്രിസ്തു വരാറായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധ ജീവിതം നയിച്ച് എല്ലാ വ്യാജഭാവവും മാറ്റിക്കളഞ്ഞ് സ്നേഹം നിർവ്യാജമായിരിക്കാൻ ഈ നാളുകളിൽ നോക്കുന്നു എങ്കിൽ നമുക്ക് കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ പോകാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഇടയന്മാരെ കുറിച്ച്, അധ്യക്ഷന്മാരെ കുറിച്ച് പറയുന്നത് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, അനുഭവത്തിലൂടെ പറയാനുണ്ട്, നടന്നിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ച് പറയാനുണ്ട്. എനിക്കറിയാവുന്ന ചില മേഖലകളിൽ, വ്യക്തമായിട്ട് അറിയാവുന്ന ചില മേഖലകളെ എടുത്തു പറയാൻ എനിക്ക് കഴിയും. ആർക്കും അതിനെ എതിർക്കാൻ പറ്റില്ലാത്ത വിധം. കാരണം ഞാനും ഈ മേഖലകളിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ഏതെല്ലാം വകുപ്പടിച്ചു മാറ്റാൻ സാധിക്കുമെന്നും ഏതെല്ലാം വകുപ്പിൽ തട്ടിപ്പുണ്ടെന്നും ഏതെല്ലാം നിലയിലുണ്ടെന്നും വ്യക്തമായിട്ട് അനുഭവിച്ച് എന്നുള്ള നിലയത്തിൽ ആർക്കും എതിർക്കാൻ പറ്റില്ലാത്ത വിധത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ എനിക്ക് കഴിയും. ഇവിടുത്തെ പെന്തക്കോസ്തില് നടക്കുന്ന അനീതിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ കഴിയും. ഞാൻ ഇടയ ശുശ്രൂഷയെ കുറിച്ചാണ് ഈ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് വെറും ഒരു ആരുടെയെങ്കിലും വാക്ക് കേട്ട് പറയുന്ന ഒന്നല്ല. വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന അനവധി കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ഞാൻ ഇടയ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇത് ഭയപ്പെടേണ്ട ഒന്നാണ്. ഒരിക്കലൊരു ശുശ്രൂഷകനെ വളരെ അകലെ ഉള്ള ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സംഘടന വിട്ടു. സംഘടന വിട്ടിട്ട് കൂടെ കൊണ്ടുപോയി വിട്ട വേറൊരു നേതാവ് അവിടെയുള്ള സഭയുടെ പ്രധാനപ്പെട്ട ഒരാളോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങൾ ഇയാളെ അല്പം സൂക്ഷിച്ചോണം. ഈ പാഷയെ അല്പം സൂക്ഷിച്ചോണം. എന്താ പറയാൻ കാരണം? അങ്ങനെ ഒരു പ്രസംഗക്കാരനാണ് ഇദ്ദേഹം. വാസ്തവത്തിൽ അങ്ങനെയുള്ളവരെ ഒരു സ്ഥലത്തേക്ക് വിടാൻ പാടുള്ളതല്ല. എന്നിട്ടും വിട്ടു. എല്ലാവർക്കും അറിയാം, സഭാ നേതാക്കന്മാർക്കറിയാം, ലീഡർമാർക്കറിയാം, ഇദ്ദേഹത്തെ ഒരു സഭാ ശുശ്രൂഷയിലേക്ക് വിടാൻ പാടുള്ളതല്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും വിട്ടു. എന്നിട്ട് സഭയുടെ വിശ്വാസികളോട് പറഞ്ഞു സൂക്ഷിച്ചോണമെന്ന്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സംഘടനകള്, ഇപ്പോഴത്തെ അധ്യക്ഷന്മാര്? ദൈവജനം പറയുന്നു അവർക്ക് അയ്യോ കഷ്ടം. അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചവിടെ. അപ്പൊ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ ഇഷ്ടം ചെയ്യുക. കാരണം ഈ വ്യക്തിയെ എനിക്കറിയാവുന്ന വ്യക്തിയാണ് കേട്ടോ. എവിടെ ചെന്നാലും അദ്ദേഹത്തിന് വേറൊരു പരിപാടി ഉള്ളതാണ്. ആ വ്യക്തി ഇങ്ങനത്തെ ആളാണെന്ന് അവിടുത്തെ വിട്ട നേതാക്കന്മാർക്കെല്ലാം അറിയാം. ഒന്നല്ല അതിലധികം പ്രാവശ്യം ഇങ്ങനെയുള്ള ഇതിൽ പിടിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയി വേറൊരിടത്ത് വിട്ടിട്ട് അവിടുത്തെ വിശ്വാസിയിൽ പ്രധാനപ്പെട്ട ആളോട് പറഞ്ഞു ആളെ സൂക്ഷിച്ചോണമെന്ന്. സത്യത്തിൽ ഇതൊക്കെയല്ലേ ഈ ആത്മീയ ഗോളത്തിൽ നടക്കുന്ന. എന്നിട്ടും അദ്ദേഹത്തെ അവിടെ ആക്കി. 1 വർഷം തികച്ചില്ല. അതിനു മുമ്പേ അതിനേക്കാൾ പരിപാടി ചെയ്തിട്ട് പോകുന്നു. പിന്നെ ഒടുവിൽ അദ്ദേഹം അവിടുത്തെ വലിയ ഇതായിട്ട് നടന്നിട്ട് അവസാനം പല കേസുകെട്ടിൽ തൊണ്ടി സഹിതം പിടിച്ചു. ഇതാണ് ഇന്നത്തെ ആത്മീയ നേതാക്കന്മാര്, ഇന്നത്തെ ആത്മീയ ഗോളം. മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പ്രഹസനങ്ങൾ, പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ളവരെ ശുശ്രൂഷകന്മാരാക്കും. അവരവരുടെ പണി അങ്ങ് ആരംഭിക്കും.
ദൈവത്തിന്റെ വചനം പറയുന്നു, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. ഇത് ദൈവത്തിന്റെ സഭയാണ്. നിനക്ക് കുഞ്ഞു കളിക്കുവാനും നിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളവരെ വിട്ടയച്ച് അവരെ കൊണ്ട് പ്രവർത്തിപ്പാനുമുള്ള ഒന്നല്ല ദൈവത്തിന്റെ സഭ. ആമേൻ. ദൈവത്തിന്റെ സഭയ്ക്ക് നിന്നെ അധ്യക്ഷനാക്കി വെച്ചെങ്കിൽ, നിന്നെ പാസ്റ്ററാക്കി വെച്ചെങ്കിൽ, നീ വിശ്വസ്തമായിട്ട് നീ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുന്ന നാളിൽ നിനക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ ഭയത്തോടെ ആയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കാം. നീ പ്രവചിച്ചവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെയല്ലോ ഇടയന്മാർ മേയിക്കേണ്ടത്. നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ലതാനും. പണ്ടൊരിക്കൽ ഒരു വലിയ ഒരു 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 സ്ഥലത്ത് ഗുണ്ടകളെ കൊണ്ട് അടി നടക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്നെ അവിടെ നിന്ന് ഒരാൾ വിളിച്ച്, ഞങ്ങളുടെ ഒരു ശുശ്രൂഷകൻ അത് അവിടെ ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷകൻ ഉടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, ഇവിടെ ഭയങ്കര അടി നടക്കുകയാണ്, ഇന്നിന്ന കാരണമാണ്, ഗുണ്ടായിസമാ, നേതാവിന്റെ ഗുണ്ടായിസം തന്റെ കീഴിലുള്ള പാസ്റ്റർമാരുടെ മേൽ അടിച്ച് നടത്തുന്ന ഗുണ്ടായിസം നടക്കുകയാണ്. എത്ര എത്ര ദൈവസഭ എന്ന് പറയുന്ന ആ സഭയിൽ എത്രമാത്രം അതപ്പതിച്ച് തരിപ്പണമായി അനേകര് ഇന്ന് ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ട് പ്രഹസനമായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ കേവലം അന്യഭാഷയും വായ്ത്താളവും അതുപോലെ തന്നെ നിഗളവും അഹങ്കാരവുമായിട്ട് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊന്ന് ചീർത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായവിധിക്ക് സമയമായി എന്ന് ഓർക്കുക. ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഞാനൊരു 5 കാര്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ പറയണം എന്ന് താല്പര്യപ്പെട്ടു. പക്ഷേ എങ്ങനെ ഭരിക്കണം എന്നുള്ള ഈ വിഷയം മാത്രമേ ഇന്ന് ഞാനിവിടെ സൂചിപ്പിച്ചുള്ളൂ. ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർന്ന് ഉണ്ടാകും. ദൈവം നൽകുന്ന കൃപയ്ക്കനുസരണമായി സത്യവചനത്തിലൂടെ സത്യസഭയ്ക്ക് കൊടുക്കേണ്ട നേതൃത്വം എങ്ങനെയുള്ളതായിരിക്കണം, വ്യാജന്മാരെ തുരത്തി എറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് മുന്നേറുന്ന യോദ്ധാക്കൾ ഈ അന്ത്യകാലത്ത് എഴുന്നേൽക്കണം. വ്യാജ നേതാക്കന്മാരെ വലിച്ചെറിയണം, അവരെ പൂർണ്ണമായിട്ട് തുരത്തിക്കളഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയമായി സഭ മുൻപോട്ട് പോകുവാൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവമുഖമ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. വ്യഭിചാരത്തെയും ദുർമാർഗത്തെയും തട്ടിപ്പിനെയും കീശ വീർപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ വ്യാജ പ്രവണതയും അടിച്ചമർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ഒരു വലിയ യോദ്ധാക്കൾ, വലിയ യുവാക്കന്മാര് ഇറങ്ങി വരട്ടെ. അതിനായി ദൈവം സഹായിക്കട്ടെ. ഒറ്റ കാര്യം മാത്രമേ എന്ന് പറയുന്നുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ബാക്കി പറയാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നടത്തട്ടെ. ഇവിടുത്തെ വ്യാജ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് തകരുവാൻ കർത്താവ് ഈ നാളുകളിൽ ഇടയാക്കട്ടെ. ആമേൻ.